ഹലോ, ആർട്സ് ആൻഡ് ക്ലോത്ത്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു പഴയ ചുരിദാറിൻ്റെ നെക്കിന് ഒരു ഡിസൈൻ കൊടുത്തു നോക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നെക്കിൽ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. ശേഷം ഒരു ബോട്ടിലിൻ്റെ മൂടി വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മിറർ ആവശ്യമുണ്ട്, ആൻറ്റിക് ബീഡ്, ഗോൾഡൻ ബീഡ്സ് ആവശ്യമുണ്ട്, ആങ്കറിൻ്റെ ത്രെഡ്, പിന്നെ 2 ടൈപ്പ് നീഡിൽ. അതിനുശേഷം നമ്മൾ ഇനി നെക്കിൽ എവിടെയൊക്കെയാണ് മിറർ ഒട്ടിച്ച് കൊടുക്കേണ്ടത് എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ആദ്യം. ഞാനിവിടെ B7000 എന്ന് പറയുന്ന പശയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ഉപയോഗിക്കാം. ഫാബ്രിക് ഗ്ലൂവോ ഏതായാലും കുഴപ്പമില്ല. മിറർ ഒട്ടിച്ച് കഴിഞ്ഞാൽ നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇതിൽ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ മിറർ ഇളകിപ്പോരാൻ സാധ്യതയുണ്ട്. ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് 3 സ്ട്രാൻഡ്സ് എടുത്തിട്ടാണ് ഞാനിവിടെ മിററിന് ജസ്റ്റ് ഒന്നൊരു ഫ്രെയിം പോലെ കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ മിറർ ഇളകി പോരും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട, അവിടെ ഉറച്ചിരുന്നോളും. നമ്മളത് ഇങ്ങനെയാണ് മിററിന് ഫ്രെയിമായിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ എല്ലാ മിററും ചെയ്തെടുക്കുക. ശേഷം അതേ ത്രെഡ് ഉപയോഗിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നോർമൽ സെയിം ത്രെഡ് ഉപയോഗിച്ചിട്ട് ഗോൾഡൻ ബീഡ് വെച്ചിട്ട് ഔട്ട്ലൈനും പിന്നെ അതിൻ്റെ ഉള്ളിൽ സ്പ്രെഡ് ചെയ്ത് വരുന്ന പോലെ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഗോൾഡൻ ബീഡും കുത്തി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചുരിദാർ എൻ്റെ കയ്യിൽ കുറേ നാളായിട്ട് ഞാൻ പ്ലെയിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പം അതിനൊരു ചേഞ്ച് വരുത്താന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലും ഇങ്ങനെ പഴയ വല്ല ടോപ്പുകളൊക്കെ ഉണ്ട് വെച്ചാൽ അതിനൊക്കെ എന്തെങ്കിലും നെക്ക് ഡിസൈനൊക്കെ കൊടുത്ത് വീണ്ടും നമുക്കത് യൂസ് ചെയ്യാം.
ഇപ്പം നമ്മുടെ നെക്കിൻ്റെ മുകൾ ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി താഴ്ഭാഗം സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഇത്തിരി കൂടെ വലിയ ഫ്രെയിം എടുത്തിട്ടുണ്ട്. ഫ്രെയിം വെച്ചിട്ട് അത്യാവശ്യം നന്നായി ടൈറ്റാക്കി കൊടുക്കണം. തുണി എല്ലാ സൈഡിൽ നിന്ന് വലിച്ച് ടൈറ്റാക്കി മാത്രമേ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അത് നീറ്റായിട്ട് വരുള്ളൂ. അതിനുശേഷം വീണ്ടും ഗോൾഡൻ ബീഡ് എടുത്തിട്ട് ഔട്ട്ലൈൻ കൊടുക്കുക. പിന്നെ ഉള്ളിൽ സ്പ്രെഡ് ചെയ്ത് കുത്തി കൊടുക്കുക. ഇത്രയും ചെയ്താൽ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയി. ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്.